കൊല്ലം നഗരം ചുറ്റിക്കാണാനായിട്ട് KSRTCയുടെ ഒരു ഡബിൾ ഡക്കർ ബസ് കൊല്ലത്തെത്തിയിട്ടുണ്ട്. കൂടാതെ മനോഹരമായ ഒരു ഫ്ലവർ ഷോയും കാർഷിക ഉൽപ്പന്നങ്ങൾ കിട്ടുന്ന ഒരുപാട് സ്റ്റോൾസും നമ്മുടെ വീട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന പലതരം വെറൈറ്റി ചെടികളും ഒക്കെ കിട്ടുന്ന ഒരു സ്പോട്ട്. ഹലോ, ഡെയിലി ഡോസ് ഓഫ് സ്പൈസസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊല്ലം ആശ്രമ മൈതാനത്ത് മാർച്ച് 11 ആരംഭിച്ച കാർഷിക മേളയുടെ ഭാഗമായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡബിൾ ഡക്കർ ബസ്സും പുഷ്പമേളയും ഒക്കെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. കാർഷിക മേളയുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ഈ ഡബിൾ ഡക്കർ KSRTC ബസ്സിൽ നമുക്ക് കൊല്ലം നഗരം ഫുൾ ഒന്ന് ചുറ്റി കാണാം കേട്ടോ. ആശ്രമ മൈതാനത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊല്ലം KSRTC ബസ് സ്റ്റാൻഡ്, ചിന്നക്കട റൗണ്ട് അബൌട്ട്, ബി പാർക്ക്, കൊല്ലം ബീച്ച് തുടങ്ങിയ ഭാഗങ്ങളെല്ലാം കവർ ചെയ്ത് തിരിച്ച് ആശ്രമ മൈതാനത്ത് എത്തിച്ചേരുന്ന ഒരു യാത്രയാണ്. യാത്ര തികച്ചും ഫ്രീ ആണ്. ഞങ്ങൾ ചെന്ന സമയത്ത് ബസ് ഫുൾ ആളായിരുന്നത് കൊണ്ട് തന്നെ അടുത്ത ട്രിപ്പിന് പോകാം, അല്ലെങ്കിൽ തിരിച്ച് നമ്മൾ മേള കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ പോകാമെന്നുള്ള രീതിയിലായിരുന്നു. അത് ആ ട്രിപ്പ് നമുക്ക് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ മേള കാണാനായിട്ട് കയറി. 50 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറി. അവിടെ ആദ്യം നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫ്ലവർ ഷോ ആണ്. നല്ല മനോഹരമായിട്ടാണ്, നല്ല പൂക്കളുള്ള നല്ല അടിപൊളി ചെടികളെല്ലാം ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ളതും കാണാത്തതുമായ പലതരം ചെടികൾ ഇങ്ങനെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് അവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പല പല വെറൈറ്റി നിറത്തിലുള്ള കടലാസ് ചെടികളൊക്കെ, അതായത് നമ്മുടെ ബൊഗൈൻ വില്ലയൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പലതിനും നല്ല റേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ചിലതിനൊക്കെ, അതായത് നല്ല വലിപ്പമുള്ള പ്ലാന്റ്സിനെല്ലാം നല്ല റേറ്റ് ഉണ്ട്. അതും പല കളറ് ഒരു ചെടിയിൽ തന്നെ വരുന്ന പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അങ്ങനെയുണ്ട്. അല്ലാതുള്ള 100 രൂപയൊക്കെ ഉള്ള ബൊഗൈൻ വില്ലയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് ആദ്യം കാണുന്നത് ഫ്ലവർ ഷോ ആണ്. നമുക്ക് ലാസ്റ്റ് പാർട്ടിലാണ് നമുക്ക് മേടിച്ചുകൊണ്ട് പോകാനുള്ള ചെടികളൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ ഫ്ലവർ ഷോ ഒക്കെ കണ്ട് കുറച്ചു നേരം അവിടേക്ക് നിന്നിട്ട് നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചു. അവിടെ കുറേ സ്റ്റോൾസ് ആണ് ഇനി വരുന്നത്. ഈ സ്റ്റോൾസ് എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാം തന്നെയും നമ്മുടെ കാർഷിക മേളയായിട്ട് ബന്ധപ്പെട്ട സ്റ്റോൾസ് ആണ്. നമുക്ക് കുറേ വിത്തുകളൊക്കെ ഉള്ള വിത്തുകൾ വിൽക്കുന്ന സ്റ്റോൾസ് ഉണ്ട്. അങ്ങനെ കുറേ സ്റ്റോൾസ്, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോൾസ് കുറേ ഉണ്ട്. പിന്നെ നോർമലി കാണുന്ന നമ്മളെല്ലാ എക്സിബിഷനും കാണുന്ന പോലത്തുള്ള കുറേ സ്റ്റോൾസ് ഉണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 15 അപ്പോൾ വളരെ കുറച്ച് ദിവസം മാത്രമേ ഈ മേള ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇത് നടക്കുന്ന ദിവസങ്ങളിലെല്ലാം പകൽ സമയങ്ങളിൽ സെമിനാർസ്, അതായത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് വരുന്ന ലാസ്റ്റ് സ്റ്റേജ് ഉണ്ട്. അപ്പോൾ സ്റ്റേജിലാണ് ഇതൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ഒരു 6 മണിയൊക്കെ കഴിയുമ്പോൾ പലതരത്തിലുള്ള സ്റ്റേജ് ഷോസ് ഉണ്ട്. അപ്പം ഞങ്ങൾ പോയ ദിവസം ഗാനമേളയായിരുന്നു. നമ്മളത് കാണാൻ നിന്നില്ല. അപ്പോൾ അതുപോലെ എല്ലാ ദിവസവും, അതായത് ഈ 11 തുടങ്ങിയ ദിവസം മുതൽ ഇനി 15-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലും ഈ വൈകുന്നേരങ്ങളിൽ സ്റ്റേജ് ഷോസ് ഉണ്ടാവും. അതുപോലെ പകൽ സമയങ്ങളിൽ സെമിനാർസും ഉണ്ടാവും. ഇനി നമുക്ക് സ്റ്റോൾസിൻ്റെയൊക്കെ കുറച്ച് കാഴ്ചകൾ കാണാം.
സ്റ്റോൾസ് ഒക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുന്ന ഭാഗത്താണ് നമുക്ക് ചെടികളൊക്കെ ഉള്ളത്. അതായത് നല്ലൊരു വലിയ നഴ്സറി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ചെടികൾ മേടിച്ചുകൊണ്ട് പോവാം. 100 രൂപയിൽ താഴെയുണ്ട്, 70, 80 ചെടികളുണ്ട്. പൂച്ചെടികളും അല്ലാതെ പച്ചക്കറിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികളൊക്കെ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകാം കേട്ടോ. ഞങ്ങൾ ബൊഗെയിൻവില്ലയാണ്, കുറച്ച് നാളായിട്ട് നമ്മൾ പല കളേഴ്സിലുള്ള ബൊഗെയിൻവില്ല തേടി നടക്കുന്നുണ്ട്. ബൊഗെയിൻവില്ല നോക്കി നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് 2-3 കളേഴ്സിലെ ബൊഗെയിൻവില്ലയൊക്കെ മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയായിട്ട് ISROയുടെ ഒരു ബസ്സുണ്ട്. ആ ബസ്സിൽ കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അതിലും ഞങ്ങൾ കയറി അതിൻ്റെ കാഴ്ചകളിലോട്ട് നമുക്കൊന്ന് പോവാം. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വീണ്ടും ചെടികൾക്കിടയിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. മനോഹരമായ പൂക്കളൊക്കെയുള്ള ചെടികളാണ്. അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ, അതായത് നല്ല വിലയുള്ള ചെടികളുമുണ്ട്, കുറഞ്ഞ വിലയ്ക്കുള്ള ചെടികളുമുണ്ട്. ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റ്സും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നോക്കി വാങ്ങാം കേട്ടോ. അപ്പോൾ ഈ ചെടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് സ്റ്റോൾസ് ഉണ്ട്. കുടുംബശ്രീ നടത്തുന്ന ചെറിയൊരു ഫുഡ് കോർട്ട് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബജ്ജികളൊക്കെ കിട്ടുന്നൊരു സ്റ്റോളുണ്ട്. അതുപോലെ തന്നെ സർബത്ത്, ജ്യൂസൊക്കെ കിട്ടുന്ന ഒരു സ്റ്റോൾ. അങ്ങനെ ഫുഡിന് വേണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ അകത്ത് കാണുന്ന കുറച്ച് ഐസ്ക്രീം സ്റ്റോൾസും ഫുഡ് സ്റ്റോൾസും ഒക്കെ ഉണ്ട്. അകത്ത് ചിപ്സ്, മിഠായൊക്കെ കിട്ടുന്ന സ്റ്റോൾസ്. പുറത്തൊരു ഫുഡ് കോർട്ടായിട്ട് ചെറുതായിട്ടേ ഉള്ളൂ. കാരണം ഇതൊരു ഫുഡ് അല്ലെങ്കിൽ വലിയൊരു എന്റർടൈൻമെന്റ് എക്സിബിഷൻ പോലെയല്ല. നമുക്ക് കാർഷിക മേഖലയിലെ കാര്യങ്ങളാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ അതിനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അവസാനം ഒരു ചെറിയൊരു ഫുഡ് കോർട്ടുമാണ് വരുന്നത്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചെറിയൊരു ഏരിയ മാത്രമേ ഉള്ളൂ, 2 റൈഡ്സ് മാത്രമേ ഉള്ളൂ. സോ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് മടങ്ങുകയാണ്. KSRTC ബസ്സിലെ യാത്ര ഞങ്ങൾക്ക് വളരെ മിസ് ചെയ്തിരുന്നു. കാരണം നമ്മൾ തിരിച്ചിറങ്ങിയപ്പോൾ ബസ് അവിടെ ഉണ്ടായിരുന്നില്ല, യാത്ര പോയിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ കുറച്ച് നേരത്തെ പോവുക, വ്യൂസൊക്കെ കാണുക. എന്തായാലും ആ KSRTC ബസ്സിലെ യാത്ര മിസ്സാവാണ്ട് ചെയ്യുക. അതൊരു നല്ല അനുഭവമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം.